ഏറ്റവും വലിയ പാപം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു മാങ്ങിപ്പോയവരെ വിസ്മരിക്കുന്നതാണ്. മരിച്ചുപോയവരെ ഓർക്കാതിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും നന്ദികേടും പാപവും എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന് എതിരായി പറയുന്ന ദൂഷണം ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നു. എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിന് വിരോധമായി പറയുന്ന പാപം പരലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല. പരലോകം, അതർ വേൾഡ്, അവിടെ ക്ഷമിക്കപ്പെടും, ക്ഷമയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഭർത്താവ് പറയുകയാണ്. പക്ഷെ അവിടെ ക്ഷമിക്കപ്പെടാത്തത് ഈ പരിശുദ്ധാത്മാവിന്റെ പാപമാണ്. ഇഹലോകത്തും പരലോകത്തും പാപക്ഷമയ്ക്ക് സാധ്യതയുണ്ട്, ഈ ലോകത്തും വരുവാനിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നാം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ ലോകത്ത് മാത്രം പോരാ പാപക്ഷമ. പട്ടക്കാരൻ പബ്ലിക്കായിട്ട് ഓസോയോ നൽകുമ്പോൾ പറയുന്ന വാക്യം അതാണ്, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങൾ, ബോത്ത് വേൾഡ്, രണ്ട് ലോകത്തിലും ലോകങ്ങളിലും പാപക്ഷമയ്ക്ക് സാധ്യതയാണ്. ക്രിസ്തു പറയുന്നു, പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം ഈ ലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല. ക്ഷമയ്ക്ക് സാധ്യത എവിടെയുണ്ട്, പക്ഷേ ക്ഷമിക്കപ്പെടാത്ത പാപം പരിശുദ്ധാത്മാവിലാണ്. നമ്മുടെ പ്രാർത്ഥനകളും വിശ്വാസങ്ങളും എത്രയോ ശ്രേഷ്ഠമാണ്. വാങ്ങിപ്പോയവരെ ചേർത്തെത്തുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ കർത്താവ് രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ നാം അവരും വലുത്ത് വായിച്ചാൽ ഇന്നത്തെ സദറ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വായിക്കുകയാണ്. സുറിയാനി സഭയുടെ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ ഒരു പ്രാർത്ഥന ലോകത്തൊരു ക്രൈസ്തവ സഭയിലും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ ആദം മുതൽ ഇന്ന് വരെയുള്ള തലമുറകൾ, സകല വംശങ്ങളും ഗോത്രങ്ങളും അവന്റെ മുമ്പാകെ വരുന്നു. അതിൽ നല്ലവരും തിന്മയുണ്ട്. കായേനും ഉണ്ട്, ഹാബേലും ഉണ്ട്. പൗലോസ്ലീഹായുണ്ട്, വിധിച്ച ഫേലിക്സും ഉണ്ട്. പത്രോസ് ഉണ്ട്, പത്രോസിനെ കൊന്ന നീറോയുമുണ്ട്. ബോത്ത് നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും ഒന്നിച്ചു ചേരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഭയങ്കര ന്യായവിധി ഓർപ്പെടുത്തുന്ന ആ സദറ, എനിക്കിന്ന് ശബ്ദം കുറവായതുകൊണ്ടത് അത്ര ഭംഗിയായി ഞാൻ വായിച്ചെന്ന് തോന്നുന്നു. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും മരണം ഇന്നല്ലെങ്കിൽ നാളെ വരുമ്പോൾ നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ. കുറെ നാൾ മുമ്പ് ഞാനൊരു ആർട്ടിക്കിൾ, ഡെത്ത് ഈസ് മൈ ഗുരു, ഹിന്ദു ന്യൂസ് പേപ്പറിലാണത് വന്നത്. ഡെത്ത് ഈസ് മൈ ഗുരു, മരണമാണ് എൻ്റെ ടീച്ചർ. മരണം ഓരോ മനുഷ്യ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതില് അപ്പൻ മകന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് മരിക്കുന്നത്. മരണത്തിന്റെ അവസാന നിമിഷത്തിൽ അപ്പൻ മോനോട് പറയുകയാണ്, എനിക്ക് മരണഭയമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും ഞാൻ ഈ ലോകത്ത് കടന്നു പോകുമ്പോൾ എൻ്റെ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളും ജീവിതങ്ങളുമാണ് എന്നെ വേദനപ്പെടുത്തുന്നത്. അൺലിവ്ഡ് ലൈഫ്, പൂർത്തീകരിക്കാത്ത ജീവിതം. എൻ്റെ റെസ്പോൺസിബിലിറ്റി പലതും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ അപ്പം മോനോട് പറയുകയാണ്, എനിക്ക് മരിക്കുന്നതിനേക്കാൾ വേദന എൻ്റെ ഡ്യൂട്ടി പലതും ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ട് ജീവിച്ചു. ലൈഫ് ഈസ് നോട്ട് ഫുള്ളി ലിവ്ഡ്, ഇറ്റ് ഈസ് അൺലിവ്ഡ്, പാർഷ്യലി ലിവ്ഡ്. ഭാഗികമായി മാത്രമേ. അതാണ് എന്നെ ദുഃഖത്തിലായി. മകന്റെ തലയിൽ കൈ കിടന്ന് മടിയിൽ വെച്ചുകൊണ്ടാണ് ആ പിതാവ് മരിക്കുന്നത്. വാത്സല്യമുള്ളവരെ, വാങ്ങിപ്പോയവരെ ചേർത്ത് നിർത്താം. നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുവാനുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പെരുന്നാൾ എന്നെ ക്ഷണിച്ച വികാരി അച്ഛന്മാരോടും ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം തൻ്റെ അദൃശ്യമായ വലത്ത് കൈനീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.